സഹോദരന്മാരെ, ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഖുർആൻ ഓതുമ്പോൾ ഇന്നമസ്സദഖാതു ലിൽഫുഖറാഇ വൽ മസാകീൻ എന്ന് പാരായണം ചെയ്തപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമസ്സദഖാതു ലിൽഫുഖറാഇ എന്നുള്ള ഫുഖറാഇനെ മദ് കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്നമസ്സദഖാതു ലിൽഫുഖറാഇ വൽ മസാകീൻ എന്നാണ് റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഫുഖറാ എന്നുള്ള റാഇനെ നീട്ടിയെങ്കിൽ മാത്രമേ തൊട്ട് പിന്നിൽ വരുന്ന ഹംസയുടെ ഉച്ചാരണം ക്ലിയർ ആവുകയുള്ളൂ. അതാണ് തഹ്സീൽ ഹുറൂഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഓരോ സൂറത്തുകൾ ഓതിത്തരുമ്പോഴും ആ സൂറത്തിലെ ഹറാം ഇന്നതാണെന്നും ഹലാൽ ഇന്നതാണെന്നും ആജ്ഞ ഇന്നതാണെന്നും നിരോധം ഇന്നതാണെന്നും അതുപോലെ വഖഫുകൾ ഇന്നതാണെന്നും ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാറുണ്ടായിരുന്നു. അപ്പോൾ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വഖഫുകളെ സംബന്ധിച്ചും അക്ഷരങ്ങളെ നന്നാക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള സൂചനകളും നിർദ്ദേശങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതാണ് തഹ്സീൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്. സഹോദരന്മാരെ, നമുക്കറിയാം ആരാണ് ഒരു നല്ല ഡ്രൈവർ. സാധാരണഗതിയിൽ നിയന്ത്രിതമായ വേഗതയിൽ വണ്ടി ഓട്ടുന്നവനാണ് യഥാർത്ഥ ഒരു നല്ല ഡ്രൈവർ. തന്നെയുമല്ല, ഒരു വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും, ടയറിൽ കാറ്റുണ്ടോ, പെട്രോൾ ഉണ്ടോ, റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ, ഓയിലുകളുണ്ടോ, സ്പെയർ പാർട്സ് വല്ല കേടുകളുമുണ്ടോ, ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള ചെറിയ ധാരണ പോലെ നല്ല ധാരണയും, അതേപോലെ തന്നെ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് കണ്ണും ചെവിയും കൈയും കാലും ബുദ്ധിയും ഒരേ സമയം പ്രവർത്തിക്കുകയും നിയന്ത്രിക്കാൻ കഴിയുന്ന വേഗതയിൽ വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാം? നല്ല ഡ്രൈവറാണെന്ന് പറയാം. അദ്ദേഹത്തിന് അറിയാം വണ്ടി എവിടെയെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റും, എവിടെയെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റില്ല, പാർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത്, ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ഡ്രൈവർ എന്ന് നമുക്കറിയാം. ഇതേപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും നിശ്ചയിച്ചിട്ടുള്ള അതിന്റെ മഖ്റജുകൾ വ്യക്തമാകുന്ന രൂപത്തിലായിരിക്കണം അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ വഖഫുകളെ സംബന്ധിച്ച് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് കാണാം പല രൂപത്തിലുള്ള അടയാളങ്ങൾ കാണാം. ഒരു ഡ്രൈവർ റോഡിലൂടെ പോകുമ്പോൾ രണ്ട് സൈഡുകളിലും കാണുന്ന അടയാളങ്ങളെ പോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ വ്യക്തിക്കും കാണാൻ സാധിക്കും. ഓരോ വരിയിലും കാണുന്ന പല രൂപത്തിലുള്ള അടയാളങ്ങൾ. ചില സ്ഥലങ്ങളിൽ നിർത്തേണ്ടി വരും, മറ്റു ചില സ്ഥലങ്ങളിൽ മണിക്കേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് നിർത്തേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ നിർത്താതെയും നിർത്തിയും ഏത് രൂപത്തിലും പോകാം. ഇങ്ങനെ പല രൂപത്തിലുള്ള അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു ആൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഒരേ സമയത്ത് തന്നെ കണ്ണും നാവും ബുദ്ധിയും ഒരേപോലെ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഒരു ഡ്രൈവറെ പോലെ തന്നെ ഒരു ഖുർആൻ പാരായണം നടത്തുന്നവരും. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇന്ന് ഈ കാലഘട്ടം നിരന്തരം ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്തമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ട നിയമങ്ങളെ സംബന്ധിച്ചുള്ള അഥവാ തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ച് ഉള്ള പ്രസക്തി എന്ത് എന്ന് ചോദ്യം ഇവിടെ ഉണ്ടായേക്കാം. നമുക്കറിയാം, നിങ്ങൾ നോക്കൂ, അഹ്ലമിലുണ്ട് ഉലൂമുകളേറെ, ആധുനികാതുര ഇൽമുകൾ വേറെ, 1000 തിന്മ നിറഞ്ഞതും വേറെ,
ആലമിലുണ്ട് ഉലൂമുകളേറെ, ആധുനികാതുര ഇൽമുകൾ വേറെ, 1000 തിന്മ നിറഞ്ഞതും വേറെ. മുന്തിടും അശ്റഫുൽ ഉലൂമത് തജ്വീദ്, മന്നാന്റെ കൃപയോടടുത്തിടും ഉലൂമത്. മാനവർക്കാശ്വാസം നൽകുന്ന വചനങ്ങൾ, സന്തോഷമേകുന്നേ സാന്ത്വനമേകുന്നേ. ആയിരക്കണക്കിന് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കുന്ന നാം ചിന്തിക്കേണ്ടത്, നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം ലക്ഷ്യമിടുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയും കരുണാ കടാക്ഷവുമാകുന്നു. അതോടൊപ്പം തന്നെ സ്വർഗപ്രവേശവുമാകുന്നു ഈ ഇൽമിന്റെ പിന്നിലുള്ള രഹസ്യം. അതുകൊണ്ട് തന്നെയാണ് അഷ്റഫുൽ ഉലൂം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏക ഇൽമ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തജ്വീദ് പഠിക്കലാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ജസരി റഹ്മത്തുള്ളാഹി തആല പോലെയുള്ള വലിയ വലിയ മുജദ്ദിദീകളായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ. അപ്പൊ നാം പറഞ്ഞു വന്നത് തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ നന്നാക്കുക. ചില അക്ഷരങ്ങൾ നമുക്കറിയാം, നാവ് ഉയർത്തി പറയേണ്ട അക്ഷരങ്ങളുണ്ട്, നാവ് താഴ്ത്തി പറയേണ്ട അക്ഷരങ്ങളുണ്ട്, ചുണ്ടിലൂടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ട്, അതുപോലെ തന്നെ തൊണ്ടയിൽ നിന്നും തൊണ്ടക്കുഴിയിൽ നിന്നും ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങളെല്ലാം അതാത് അക്ഷരങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള മഖ്റജിൽ നിന്നും അണുത്തൂക്കം വ്യതിചലിക്കാതെ ആയിരിക്കണം നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അബദ്ധജടിലമായ പല അബദ്ധങ്ങളും നമുക്ക് വന്നെത്താൻ സാധ്യതയുണ്ട്. ചില അക്ഷരങ്ങൾ മാറുമ്പോഴേക്കും ആ അക്ഷരങ്ങളുടെ സിഫത്തുകൾ, വിശേഷണങ്ങൾ മാറുന്നു. അതോടൊപ്പം അതിന്റെ അർത്ഥവും ആശയവും മാറുന്നു. അബദ്ധജടിലമായ ചില ആശയങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭീമാബദ്ധങ്ങൾ വരുന്നത് കൊണ്ട് അക്ഷരങ്ങൾ നന്നാക്കുക എന്നുള്ളത് വളരെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാകുന്നു എന്ന് ഈ തരുണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.